ൊപ്പം ഇപ്പോൾ യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി പി കെ ഫിറോസ് ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ശ്രീ പി കെ ഫിറോസ്. എ വിജയരാഘവൻ വയനാട്ടിലെ CPIMന്റെ ജില്ലാ പ്രതിനിധി സമ്മേളനത്തിൽ പറഞ്ഞ വർഗീയ ചേരി പരാമർശം അതൊന്നുകൂടി ആവർത്തിക്കുകയാണ്. അതുതന്നെയാണ് പാർട്ടി ലൈനെന്ന് പറയുകയാണ് CPIM സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ. എങ്ങനെയാണ് ലീഗ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്? അതായത് നേരത്തെ വിജയരാഘവൻ ഈ പ്രസ്താവന നടത്തിയ സമയത്ത് വിജയരാഘവന്റെ മാത്രം അഭിപ്രായമായിട്ടാണ് നമ്മളൊക്കെ കരുതിയിരുന്നത്. പക്ഷേ ഇപ്പോൾ മറ്റുള്ളവർ കൂടി ആ പ്രസ്താവനയെ അനുകൂലിക്കുന്ന തരത്തിലുള്ള പ്രസ്താവന നടത്തിയപ്പോൾ പാർട്ടി തീരുമാനമെടുത്തിട്ടാണ് അത്തരമൊരു പ്രസ്താവന അദ്ദേഹം നടത്തിയത്, ഒരു പോളിറ്റ് ബ്യൂറോ അംഗം നടത്തിയതെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി മത്സരിച്ച് ജയിക്കുമ്പോൾ ന്യൂനപക്ഷ വർഗീയതയുടെ വോട്ട് വാങ്ങിയിട്ടാണ് എന്ന് പറയുമ്പോൾ ന്യൂനപക്ഷങ്ങൾ വർഗീയവാദികളാണ് എന്നൊരു പ്രചരണമാണ് RSS പോലും നടത്താത്തൊരു പ്രചരണമാണ് വിജയരാഘവൻ CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ RSSകാർ പോലും നടത്താൻ മടിക്കുന്ന അല്ലെങ്കിൽ നടത്താതിരിക്കുന്ന ഒരു പ്രസ്താവന CPM നടത്തുമ്പോൾ CPM ഏത് നിലക്കാണ് കേരളത്തെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഇതിലൂടെ വളരെ വ്യക്തമാണ്. ഇത് ഈ ഒരു പ്രസ്താവനയിൽ മാത്രമല്ല, നിരന്തരമായി പാലക്കാട് UDF ജയിച്ചപ്പോൾ എന്തായിരുന്നു നിലപാട്, നേരത്തെ മലപ്പുറത്തെ ബൈ ഇലക്ഷനിൽ മുസ്ലിം ലീഗ് ജയിച്ചപ്പോൾ എന്തായിരുന്നു CPM എടുത്ത നിലപാട്, മലപ്പുറത്തിൻ്റെ ഉള്ളടക്കം വർഗീയമാണ്. അപ്പോൾ UDF ജയിക്കുമ്പോൾ അത് വർഗീയവാദികളും അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങളും മൊത്തത്തിൽ വർഗീയവാദികളുമാകുന്ന ഒരു സമീപനവും ഇടതുപക്ഷം ഇടതുപക്ഷത്തിന്റെ ആ ലൈൻ ഇപ്പോൾ കൃത്യമായല്ലോ, അതായത് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് കൃത്യമായല്ലോ. ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPIയുടെയും വോട്ട് വേണോ UDFന് ജയിക്കാൻ? ലീഗിന്റെ പിന്തുണ തന്നെ ധാരാളമല്ലേ? വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിക്ക് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയത് ലീഗ് സജീവമായ മണ്ഡലങ്ങളിലാണ്. ആ ഭൂരിപക്ഷത്തിലേക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ വന്നത് ഏറനാടും വണ്ടൂരും അടക്കമുള്ള മണ്ഡലങ്ങളിലാണ്. അത് കൃത്യമായി നിങ്ങൾ വിലയിരുത്തിയതുമല്ലേ? അപ്പോൾ എന്തുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെയും SDPIയെയും കൂട്ടിയാൽ മാത്രമേ UDFന് ജയിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞ് ലീഗിന്റെ ഒരു പ്രസക്തി കുറയ്ക്കാനുള്ള ഒരു നീക്കമാണോ CPIM യഥാർത്ഥത്തിൽ ഈ പ്രസ്താവനകളിലൂടെ നടത്തുന്നത്? അതായത് SDPIക്കും ജമാഅത്തെ ഇസ്ലാമിക്കും എത്ര വോട്ട് ബാങ്ക് കേരളത്തിലുണ്ട് എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമല്ലേ. ഒരു പഞ്ചായത്തിന്റെ ഭരണം പോലും ഇല്ലാത്തവരാണ് SDPI. ജമാഅത്തെ ഇസ്ലാമി അവർ തന്നെ അവകാശപ്പെടുന്ന അവർക്ക് 3000 മെമ്പർമാരാണ് കേരളത്തിൽ മൊത്തത്തിലുള്ളതെന്നാണ്. പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം തന്നെ എത്രയാണ്? 4 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ ജയിച്ചത്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയും SDPIയും ആണോ വിജയരാഘവൻ ഉദ്ദേശിച്ചത്? അതല്ലാന്ന് വളരെ വ്യക്തമല്ലേ. ന്യൂനപക്ഷ വർഗീയതയുടെ വോട്ട് വാങ്ങിയിട്ടാണ് പ്രിയങ്ക ഗാന്ധി ജയിച്ചതെന്ന് പറഞ്ഞാൽ 4 ലക്ഷം വോട്ടിന്റെ ഒരു ഭൂരിപക്ഷത്തിന് പ്രിയങ്ക ഗാന്ധി ജയിച്ചതിന് SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയും മാത്രം ഉദ്ദേശിച്ചല്ല വിജയരാഘവൻ പരാമർശം നടത്തിയത്. തിരിച്ചറിയുന്നുണ്ടോ ശ്രീ പി കെ ഫിറോസ്? അത് ലീഗ് മാത്രമല്ല. ലീഗ് മാത്രമാണോ? അങ്ങനെയാണെങ്കിൽ മുസ്ലിം ലീഗിനെ പേരെടുത്ത് പരാമർശിക്കണ്ടേ? ലീഗ് മാത്രമാണോ? അപ്പോൾ വിജയരാഘവൻ ഉദ്ദേശിക്കുന്നത് ന്യൂനപക്ഷങ്ങളെ മൊത്തത്തിലല്ലേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. മുസ്ലിം ലീഗിന്റെ വോട്ട് വാങ്ങിയിട്ടാണ് ജയിച്ചത് എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. ഇനി ജമാഅത്തെ ഇസ്ലാമിയുടെ SDPയുടെയും വോട്ട് വാങ്ങിയിട്ടാണ് ജയിച്ചതെന്ന് പറഞ്ഞാൽ പോലും നമുക്കൊരു രാഷ്ട്രീയ ആക്ഷേപമായി മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. അങ്ങനെയല്ല വിജയരാഘവൻ പറഞ്ഞത്, പൊതുവിൽ ആക്ഷേപിക്കുകയല്ലേ. വർഗീയ ചേരി റാലിയുടെ മുന്നിലും പിന്നിലും, ഞാൻ അതുകൊണ്ടാണ് തുടക്കത്തിൽ തന്നെ ഞങ്ങളുടെ പ്രതിനിധിയോട് ചോദിച്ചത്. ആ റാലി ഞങ്ങളും കണ്ടതാണ്, തത്സമയം നമ്മൾ സംപ്രേഷണം ചെയ്തതാണ്. അതിന്റെ മുന്നിലും പിന്നിലും ലീഗും യൂത്ത് ലീഗും ഒക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളെയാണോ വർഗീയ ചേരി എന്ന് ഉദ്ദേശിച്ചത് പാർട്ടി? അല്ല, അത് വിജയരാഘവൻ വ്യക്തമാക്കണം. ആരെയാണ് ഉദ്ദേശിച്ചതെന്നുള്ള അദ്ദേഹം വ്യക്തമാക്കണം, CPM വ്യക്തമാക്കണം. മാത്രമല്ല, അദ്ദേഹത്തിന്റെ പ്രസ്താവന കേട്ടാൽ പൊതുവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ന്യൂനപക്ഷങ്ങളെ പൊതുവിൽ വർഗീയവാദികൾ എന്ന് ആക്ഷേപിക്കുന്ന ഒരു സമീപനമാണ് അദ്ദേഹത്തിന്റെ. ശരിയായ സമീപനമല്ലല്ലോ ശ്രീ പി കെ ഫിറോസ്. ഒരിക്കലുമല്ല. അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ തെറ്റാണ് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിനെതിരെ ഇതൊരു പ്രസ്താവന പിൻവലിക്കുക മാത്രമല്ല, അദ്ദേഹത്തിനെതിരെ 153 ആക്ട് പ്രകാരം കേസെടുക്കണം. കാരണം കേരളത്തിൽ ജനാധിപത്യ അവകാശമുള്ള ഒരു വോട്ടർ വോട്ട് ചെയ്തൊരു സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചാൽ ആ വോട്ട് ചെയ്തു എന്നതുകൊണ്ട് മാത്രം അവൻ വർഗീയവാദിയാകുന്നു എന്ന നിലപാട് CPM സ്വീകരിക്കുമ്പോൾ അത് അങ്ങനെ ഒരു കേവലമായ ഒരു പ്രസ്താവനയായി തള്ളിക്കളയാൻ കഴിയില്ല. അദ്ദേഹത്തിനെതിരെ നിങ്ങൾ DGPക്ക് പരാതി നൽകിയതല്ലേ? അതിൽ തുടർ നടപടി എന്തെങ്കിലും ഉണ്ടായോ? ഈ പ്രസ്താവന വന്നതിന് പിന്നാലെ പരാതി നൽകിയിരുന്നല്ലോ. കാര്യം തീർച്ചയായിട്ടും നേരത്തെ നമ്മൾ മുമ്പ് ഹിന്ദുവിൽ കൊടുത്ത അഭിമുഖവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കെതിരെ പരാതി കൊടുത്തിരുന്നു. എത്ര പരാതികൾ കേരളത്തിൽ കൊടുത്താണ്? പരാതികൾ നടപടി ഉണ്ടാകുന്നില്ല. പക്ഷേ ഇത് കേരളീയ പൊതുസമൂഹം മനസ്സിലാക്കട്ടെ, പൊതുജനങ്ങളെ വിലയിരുത്തട്ടെ. കേസെടുത്ത് ജയിലിലടക്കേണ്ട ഒരു പ്രസ്താവനയാണ് പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടുള്ള വിജയരാഘവൻ നടത്തിയിട്ടുള്ളത്. അതിനോട് പാർട്ടി അനുകൂലമായ സമീപനം സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ പൊതുവായ നയമായിട്ട് ഇതിനെ വിലയിരുത്തുകയും പാർട്ടിയെക്കുറിച്ച് ജനങ്ങളെ വിലയിരുത്തുകയും ചെയ്യണം. വളരെ നന്ദി ശ്രീ പി കെ ഫിറോസ്, യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറിയാണ് പ്രതികരിച്ചത്.